നടു റോഡിൽ പോലീസുകാരന്റെ പരാക്രമം. ആര്യങ്കോട്ടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ASIയും മരുതങ്കോട് സ്വദേശിയുമായ സുരേഷ് കുമാറാണ് അതിക്രമം നടത്തിയത്. ഡിസംബർ 29-നായിരുന്നു സംഭവം ഉണ്ടായത്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അവിടെ പോകുമ്പോ അതല്ല അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും നാട്ടുകാർക്കാണ് താമസിക്കുന്ന. നിന്റെ വീട്ടിൽ പെണ്ണുണ്ടോടെ? നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളല്ലേ? അരുൺ, ഇപ്പോഴിതാ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപദ്രവമായി മാറുന്നത്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തികച്ചും ഒരു ദൗർഭാഗ്യമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. നമുക്ക് സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ മുൻപുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും പൊതുസമൂഹത്തിനെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ആര്യങ്കോട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള മണ്ണാങ്കുളം സ്വദേശിയാണ്. ഇദ്ദേഹം സുരേഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം AR ക്യാമ്പിലെ ASI ആണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് ഇയാൾ കറക്റ്റ് ഡ്യൂട്ടിയൊക്കെ നോക്കി പോകുന്ന ഒരാളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 2-3 മാസമായി ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. വീടിന് സമീപത്തും ഒപ്പം മറ്റ് ജംഗ്ഷനിലൊക്കെ എത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പരാതി ഉണ്ടാകും. ഇതിലെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഈ 29-ാം തീയതി ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബ പ്രശ്നത്തിന് തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഇതിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് ഇങ്ങനൊരു എത്തുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വെള്ളടയ്ക്ക് സമീപത്തെ പൊന്നമ്പിയിൽ വെച്ചായിരുന്നു അവസാനമായി ഇത്തരത്തിൽ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഈ മുഖത്തൊക്കെ മുറിവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് പോലീസ് എത്തുന്നത്. പോലീസ് തുടർന്ന് ഇദ്ദേഹത്തെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കാരക്കുളം ആശുപത്രിയാണ് ചികിത്സയിലുള്ളത്. മറ്റ് നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുശ്രീ, അരുൺമോഹൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഈ പോലീസുകാരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നാട്ടുകാർക്ക് ഇതൊരു പൊതുശല്യം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും നിലവിൽ ഇപ്പോൾ അതൊരു പൊതു ശല്യമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. മുൻകാലങ്ങളിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു യുവാവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായ ഒരു മാറ്റം, ഈ പറയുന്ന മദ്യലഹരിയിൽ ഈ പറയുന്ന അസഭ്യം പറയുക, നഗ്നതാ പ്രദർശനം നടത്തുക, വാഹനങ്ങളെ തടഞ്ഞു നിർത്തുക തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. ഇതൊരു രണ്ടാമത്തെ സംഭവം ആണ്. നമുക്ക് ഇത്തരത്തിൽ കഴിഞ്ഞ മാസത്തിനിടയിൽ നടന്ന രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായ 29-ാം തീയതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു? അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് ഇദ്ദേഹം ചികിത്സയിലാണ്. കാരണം ചികിത്സയിലാണ്. മറ്റു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ മുഖത്ത് മുറിവേറ്റിരുന്നു. നല്ല ഒരു രക്തം വാർന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. 108 ആംബുലൻസിന്റെ സഹായത്തോടെയായിരുന്നു വെള്ളറട പോലീസ് ഇദ്ദേഹത്തെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അവിടെ ചികിത്സയെ തുടരുകയാണ്. എന്താണ് ഇതിന് കാരണമെന്നുള്ളതും മറ്റു നടപടി എന്തായെന്നുള്ളതും നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല.
അരുൺ, പ്രധാനമായിട്ട് ഈ പോലീസുകാരൻ ഇത്തരം ഒരു പരാക്രമം കാട്ടുന്നത് മദ്യപിച്ചതിന് ശേഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാനസികമായൊരു പ്രശ്നം കൊണ്ടല്ല എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം മദ്യലഹരിയിൽ കാണിക്കുന്ന പരാക്രമങ്ങളായിട്ടേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. മറ്റ് വിഷയങ്ങൾ അത് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ധാരാളം ചികിത്സയ്ക്ക് സാഹചര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. അത് പരിഹരിക്കാവുന്നതുള്ളൂ. ഇത് മദ്യത്തിന് അഡിക്റ്റ് ആയ സംഭവമാണ്. ഇത് അറിയാൻ കഴിഞ്ഞത് അടുത്തിടെ ഈ പറയുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ ഉൾപ്പെടെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം അത് വിഫലമാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്നത് ഒരു സാമൂഹ്യ ശല്യമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും പുറം ലോകം അറിയാൻ ഇടവന്നതും. ശരി, തിരുവനന്തപുരത്ത് നടു റോഡിലാണ് പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള പരാക്രമം അരങ്ങേറിയത്. ആരങ്കോടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും. ഇങ്ങനെ മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു അറിയിപ്പാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അവിടെ പോകുമ്പോ അതല്ല അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരൻ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ പോലീസുകാരനെതിരെ മറ്റു തരത്തിലുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ